കുറച്ച് മധുരവും എരിവും ഒക്കെ കൂടി. സ്വീറ്റ് പൊട്ടാറ്റോയും മീൻകറിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ മധുരക്കിഴങ്ങിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത്രേ. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും മീൻകറിയാണല്ലേ. ഇപ്രാവശ്യം ഞങ്ങൾ അതൊന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ഇങ്ങനെ മടി പിടിച്ചിരിക്കാതിരിക്കും, ഒന്നും ഇങ്ങോട്ട് വരും. അങ്ങനെ മടി പിടിച്ചിരുന്ന ഏട്ടനോട് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പറഞ്ഞു. നാട്ടിലെ മധുരക്കിഴങ്ങ് പോലെ അല്ല ഇത്, കണ്ടോ കളർ വ്യത്യാസമുണ്ട്, കണ്ടോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. എൻ്റെ അമ്മ, ഞാൻ കപ്പ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ് മധുരക്കിഴങ്ങിനും ഫോളോ ചെയ്തത്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതിനകത്തേക്ക് നമ്മുടെ മധുരക്കിഴങ്ങും ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് അടച്ചു വെക്കും. അതേസമയം ഏട്ടൻ അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കടുകും ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഇട്ട് വഴറ്റി. പിന്നെ ബാക്കിയുള്ള പൊടികൾ വാരി വിതറി. കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി. ശേഷം കൊടംപുളി ഒഴിച്ച് ഒരു തിള വന്നതിന് ശേഷം നമ്മുടെ മീനിനെയും കൂടി അതിനകത്തേക്ക് ഇട്ടു. അതിനിടെ കൂടി ഞാൻ ഒരു ചെറിയ കുക്കുംബർ സാലഡും കൂടി ഉണ്ടാക്കി. പിന്നെ മധുരക്കിഴങ്ങിന്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വെന്ത സ്വീറ്റ് പൊട്ടാറ്റോയുടെ കൂടെ മിക്സ് ചെയ്തു. അതിനിടയിൽ ഏട്ടനൊരു ചായയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ എല്ലാം പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. നല്ല വെതറായിരുന്നു, അപ്പോൾ പുറത്തിരുന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. നല്ല കോമ്പിനേഷൻ.